നമസ്കാരം. ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കബറടക്കിയ പുതുപ്പള്ളി പള്ളിയുടെ മുൻവശത്താണുള്ളത്. ഞങ്ങൾ കുടുംബമടക്കം വന്ന് ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരമടക്കം ചെയ്ത കല്ലറ ഒന്ന് സന്ദർശിക്കണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ പള്ളിയുടെ മുൻപിലെത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഫാമിലി അടക്കം എല്ലാവരും വന്ന് ഇരിക്കുകയാണ്. ഈ പള്ളിയുടെ മുൻവശമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതാണ് പുതുപ്പള്ളി പള്ളിയുടെ മുൻവശമാണ്. വളരെ മനോഹരമായ വിധത്തിൽ ഈ പള്ളി ചിത്രീകരിച്ചിട്ടുണ്ട്. ഇത് ഈ പള്ളിയുടെ മുൻവശമാണ്. സെൻറ്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി, അതിൻ്റെ മുൻവശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞങ്ങൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് കയറുകയാണ്. വളരെ മനോഹരമായ ഒരു ദേവാലയമാണ് ഈ ദേവാലയം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ദേവാലയത്തിൽ വരുന്നത്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ മരണപ്പെട്ടപ്പോൾ ഇവിടെ വരണം എന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അന്ന് എത്താൻ വേണ്ടി സാധിച്ചില്ല. പിന്നീട് പലപ്പോഴും ഇവിടെ വരണമെന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചെങ്കിലും ഇപ്പോഴാണ് അതൊന്ന് ഒത്തുവന്നത്. ആ സാഹചര്യത്തിൽ ഇവിടെ വന്നു. ഞങ്ങൾ പള്ളിയുടെ ഉൾവശത്തേക്ക് കയറാൻ വേണ്ടി നോക്കുകയാണ്. ഇത് പള്ളിയുടെ പുറം വശമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വളരെ മനോഹരമായ ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്, നമുക്ക് ഏവർക്കും അറിയാം. സെൻറ്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. ഈ വളരെ മനോഹരമായൊരു പള്ളിയാണ്, വളരെ മനോഹരമായ ഒരു ദേവാലയം. ഇവിടുത്തെ നിരവധി തീർത്ഥാടകർ ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഈ ദേവാലയത്തിൽ വരുന്ന സന്ദർഭത്തിൽ നിരവധി ആളുകൾ ഇവിടെ വന്ന് കാണുന്നത്. ഞാനിപ്പോൾ പള്ളിക്കുള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. പള്ളിക്ക് ഉള്ളിലും വളരെ മനോഹരമായ വിധത്തിലാണ് പള്ളിയുടെ ഉൾവശം ഒക്കെയുള്ളത്. ഇത് അൾത്താരയാണ്, നമ്മൾ കാണുന്നത് അൾത്താരയാണ്. വളരെ മനോഹരമായൊരു പള്ളി. ഇതാണ് അൾത്താര. നിരവധി ആളുകൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് എത്തുന്നു. ഇത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ കബറടക്കം ചെയ്തിരിക്കുന്ന കല്ലറയാണ്. പള്ളിയുടെ കല്ലറയ്ക്ക് പുറത്ത് വിശുദ്ധരെ കബറടക്കിയിരിക്കുന്ന സ്ഥലത്താണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെയും കബറടക്കിയിരിക്കുന്നത്. ഈ കല്ലറ നല്ല രീതിയിൽ ഇപ്പോൾ നിരവധി ആളുകൾ ഇവിടെ വന്നു പോകുന്നു. ആ കല്ലറയ്ക്ക് മുകളിൽ ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു എന്ന ബൈബിൾ വചനം എഴുതി വച്ചിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് തോന്നുന്ന വിധത്തിൽ ഇപ്പോൾ